ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഹോപ്പ് എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കണമെന്ന്. ഇപ്പോൾ അടിപൊളി അല്ല എന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടിരിക്കുക. സോ ഞാൻ എന്താ ഇപ്പോൾ ഇവിടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റേ ഉള്ളൂ. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് രാവിലെ എഴുന്നേറ്റത്. എനിക്ക് ഇന്നലെ രാത്രി ഉറങ്ങാനാണെന്നുണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എക്സൈറ്റ്മെൻറ്റ് കാരണം കൊണ്ട് രാത്രി ഞാനൊരു 2-2:30 വരെയും എനിക്ക് കിടന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്ന് ഞാൻ ഉറങ്ങാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം സമയം 9 ആയി. സോ രാത്രി ഉറങ്ങാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് ഒഴിച്ച് ബാക്കി ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. ഇന്ന് രാവിലെ എണീറ്റപ്പോഴാണെങ്കിലും എൻ്റെ അലാറം അടിച്ചില്ലേ. ഞാൻ ഇന്നലെ തന്നെ 2 മണിയൊക്കെ ആയത് കണ്ടപ്പോൾ തന്നെ ഞാനൊരു 9 മണിക്ക് എണീക്കാം, എന്തായാലും വീക്കെൻഡാണ് എന്നുള്ള രീതിക്കാണ് ഞാൻ വെച്ചത്. എന്നിട്ട് ഞാനൊരു 6:30 എണീറ്റ് നോക്കി, അലാറം അടിച്ചില്ലേ. 7:30 എണീറ്റ് നോക്കി, അലാറം അടിച്ചില്ലേ. എക്സൈറ്റ്മെൻ്റ് ആകുമ്പോൾ പണ്ട് നമ്മൾ ഈ ടൂറൊക്കെ പോകുന്ന സമയത്ത് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ലേ, അതേപോലെ. സോ ഇന്നൊരു സാറ്റർഡേ ആണ്. ഇന്ന് ഞാനിപ്പോൾ മാൾട്ടയിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു മാൾട്ട മലയാളി അസോസിയേഷൻ ഉണ്ട്, മലയാളീസിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ട്. എനിക്ക് കൈ ഭയങ്കര വേദനിക്കുന്നു, ഒരു മിനിറ്റ്. ഓക്കെ, കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഭയങ്കര വേദന. ഓക്കെ, സോ ഇവിടെ മാൾട്ടയിൽ തന്നെ എല്ലാ രാജ്യത്തും ഉണ്ടാവും നമ്മുടെ മലയാളി അസോസിയേഷൻ, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട്. സോ ഇവിടെ നമുക്ക് മാൾട്ടയിൽ ഒരു മലയാളി അസോസിയേഷൻ ഉണ്ട്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 11 വർഷമായിട്ട് ഇവിടെ ഉണ്ടെന്നാണ്. 11ാമത്തെ വാർഷികമാണ്. യെസ്. സോ ഞാൻ വന്നിട്ട് ഇവിടെ ഒരു 3 വർഷമായി. ഈ 3 വർഷത്തിൽ ഞാൻ ഇവരുടെ എല്ലാ ആനിവേഴ്സറിക്കും അതുപോലെ തന്നെ ഓണത്തിൻ്റെ പരിപാടിക്കൊക്കെ ഞാൻ പെർഫോം ചെയ്യാറുണ്ട്. നാട്ടിൽ നിന്ന് നമ്മളിങ്ങനെ കയറി വരുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിരുന്നത് ഇനി എനിക്ക് എന്തായാലും സ്റ്റേജ് പ്രോഗ്രാംസ് ഒന്നും കിട്ടത്തില്ല എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. കാരണം ഞാൻ അവിടെ നാട്ടിലായിരുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ അമ്പല പരിപാടികൾക്ക്, എല്ലാ ഉത്സവത്തിൻ്റെ പരിപാടി, അങ്ങനെ എല്ലാ പരിപാടിയും പിടിക്കുമായിരുന്നു. കാരണം അറിയാലോ, എനിക്ക് പെർഫോം ചെയ്യാൻ നമുക്കൊരു സ്റ്റേജ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ അത് ചെറുതോ വലുതോ വാട്ട് എവർ ഇറ്റ് ഈസ്, പക്ഷേ അത് കിട്ടുക എന്നുള്ളതായിരുന്നു ഒരു ആസ് എ ഡാൻസർ എന്നുള്ള രീതിക്ക്, ഡാൻസർ വാട്ട് എവർ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിക്ക് എൻ്റെ ഒരു ഭയങ്കര പ്രയോറിറ്റി ആയിരുന്നു. സോ ഇവിടേക്ക് കയറി വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇനി ഉണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിച്ചിരുന്നൊരു സംഭവമാണ് സ്റ്റേജ് പെർഫോമൻസ്. ബട്ട് പണ്ടാണെങ്കിൽ നമുക്ക് സ്റ്റേജ് മാത്രമേ നമുക്ക് തപ്പി എടുത്തിട്ടിരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് പല പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എല്ലാം ഉണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ടാലൻറ്റ് എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ള സ്കില്ല് എന്താണെന്നുള്ളത് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ. പക്ഷെ പണ്ടതില്ല. പക്ഷെ പണ്ട് ഞാൻ അത്ര വലിയ ഓൾഡല്ല കേട്ടോ, എന്നാലും പോലും സ്റ്റിൽ. അപ്പോൾ പക്ഷെ എന്നാലും സ്റ്റേജ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അതൊരു വേറെ തന്നെ ഒരു വൈബാണ്. ഇപ്പോൾ നേരം ഇന്ന് ഇവിടെ മാൾട്ട മലയാളി അസോസിയേഷൻ്റെ 11th, ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ 11th ആനിവേഴ്സറിയാണ്. സോ നമ്മൾ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷം പെർഫോം ചെയ്യുന്നുണ്ട്. ബട്ട് ഈ വർഷത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. അതായത് നമ്മളുടെ കലാദർപ്പണ ഡാൻസ് സ്റ്റുഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ 1 year ആയി. കഴിഞ്ഞ വർഷം നമ്മൾ ജസ്റ്റ് എനിക്ക് തോന്നുന്നു 2 months ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ പെർഫോമൻസ് ഒന്നും എടുത്തില്ല. പക്ഷേ ഈ വർഷം നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനെ വെച്ചിട്ട് ഒരു കുട്ടി പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. സോ അവരുടെ ആദ്യത്തെ സ്റ്റേജാണ്. അവരെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന ആദ്യത്തെ എക്സ്പെരിമെൻ്റ് ആണ്. എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ എങ്ങനെ ആവുന്നു ഒന്നും അറിയില്ല. ബട്ട് ഞങ്ങൾ നല്ല വെൽ പ്രിപ്പയർഡാണ്, നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അതാണ്. അവർ ആരും തന്നെ ഇതുവരെ ഒരു സ്റ്റേജിലും കയറാത്തവരാണ്. ലൈക്ക് ചെറുപ്പത്തിൽ അവർ കയറിയിട്ടുണ്ട്, തിരുവാതിര അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷേ പ്രൊഫഷണലി അല്ലെങ്കിൽ ഒരു ക്ലാസിക്കലി അവരിതുവരെ കയറിയിട്ടില്ല. സോ നമ്മൾ ഇന്ന് കയറാൻ പോവാണ്. നമ്മൾ സെമി ക്ലാസിക്കൽ ഒരു സോങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ സ്റ്റോറി ടെല്ലിംഗ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റോറി ടെല്ലിങ്ങും ഉണ്ട്, അടവുകളും ഉണ്ട്, എല്ലാമായിട്ട് ഒരു സെമി ക്ലാസിക്കൽ ഒരു 5 മിനിറ്റിൻ്റെ ഒരു ഡാൻസാണ് ചെയ്യുന്നത്. സോ നമ്മുടെ പിള്ളേരുടെ ഒരു ഡാൻസ് ഉണ്ട്. അതുകൂടാണ്ട് നമ്മുടെ അവിടുത്തെ ചെറിയൊരു കൊച്ചിൻ്റെ ഭരതനാട്യം കൂടി ഉണ്ട്. അവൾ ഓൾറെഡി അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണ്. സോ അവളുടെയും കൂടെ ഒരു ഭരതനാട്യം നമ്മൾ പുതിയൊരു ഐറ്റം പദം പഠിപ്പിച്ചിട്ട്, അലൈപ്പ ഇതേ കണ്ണ ആ ഒരു പദം പഠിപ്പിച്ചിട്ട് അവളും ചെയ്യുന്നുണ്ട്. സോ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയിട്ട് നമ്മൾ എല്ലാം ലാസ്റ്റായിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റാണ്.
പിന്നെ എൻ്റെയും കൂടി ഡാൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട്. എൻ്റെ കൂടെ ദേവു എന്ന് പറഞ്ഞിട്ട് ഒരു പെങ്കൊച്ചാണ് കളിക്കുന്നത്. സോ പുള്ളിക്കാരി ഇവിടെ മാൾട്ടയിലുള്ളതാണ്. ഒരുപാട് വർഷമായിട്ട് ഡാൻസ് നാട്ടിൽ പഠിച്ചുകൊണ്ടിരുന്നതാണ്. സോ അങ്ങനെ. സോ പിന്നെ ഏറ്റവും വലിയൊരു മിസ്സിങ് എന്താ ഇപ്രാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീരാഗാണ്. എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. എല്ലാ വർഷവും ഞാനും ശ്രീരാഗും തമ്മിലൊരു സെമി ക്ലാസിക്കൽ ഒരു കോംബോ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അത് മിസ്സിങ് ആണ് നാട്ടിലായതുകൊണ്ട്. ഹോപ്പ് അവൻ ഈ മാസം ലാസ്റ്റോ അടുത്ത മാസം ഫസ്റ്റൊക്കെ ആയിട്ട് വരും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷെ അതൊരു മിസ്സിങ് തന്നെയാണ്. പിന്നെ ഇപ്രാവശ്യം നമുക്ക് വേറൊരു ടീമുണ്ട് ഇവിടെ. അതായത് ക്ലാസിക്കലോ സെമി ക്ലാസിക്കലോ ഒന്നുമല്ല, നോർമൽ സിനിമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടംപററി ആയിട്ടുള്ള വെസ്റ്റേൺ ഡാൻസ് കളിക്കുന്ന ഒരു ടീമുണ്ടായിരുന്നു, റിതം റാസ്കൽസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ടീമിൻ്റെ പെർഫോമൻസ് നമുക്ക് ഇപ്രാവശ്യം ഇല്ല. ഞാൻ കൂടുതൽ ഇതിലോട്ട് ഫോക്കസ് ചെയ്തു, കലാദർപ്പണയിലോട്ട് ഫോക്കസ് ചെയ്തു, ഇവരിലേക്ക് ഫോക്കസ് ചെയ്തു. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് എന്താ പറയുക സ്പെഷ്യാലിറ്റി ഉള്ളൊരു ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു പോയാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്തായാലും ഞാനിപ്പോൾ നീറ്റിട്ടേ ഉള്ളൂ, എനിക്ക് ഫ്രഷപ്പ് ആവണം. ഇന്ന് നമുക്ക് ക്ലാസ്സുള്ള ദിവസമാണ്. ക്ലാസ് എന്തായാലും മുടക്കില്ല. ഈവനിങ് ആണ് നമ്മുടെ പ്രോഗ്രാം വരുന്നത്. 5 to 10 ആണ് പ്രോഗ്രാം വരുന്നത്. നമ്മുടെ സ്ലോട്ട് എനിക്ക് തോന്നുന്നത് 6:45 ഭരതനാട്യം വരുന്നത്. 7:20 എങ്ങാണ്ടാണ് സെമി ക്ലാസിക്കൽ നമ്മളെ ടീമിൻ്റെ വരുന്നത്. പിന്നെ എൻ്റേത് അത് കഴിഞ്ഞ് 1-2 കഴിഞ്ഞിട്ടാണ് വരുന്നത്. ടോട്ടൽ ഒരു 13-14 പെർഫോമൻസ് ആണ് ഉള്ളത് ഇന്ന്. സോ നമുക്ക് റെഡി ആവാം. ഫസ്റ്റ് നമ്മളിപ്പോൾ എണീറ്റേ ഉള്ളൂ, ഒന്ന് ഫ്രഷപ്പായി. ഇന്ന് ക്ലാസ് ഉണ്ട്, രാവിലെ ക്ലാസ്സിലേക്ക് കയറണം. ഓൺലൈനും ഓഫ്ലൈനും ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിള്ളേരപ്പോഴത്തേനും വരും. അപ്പോൾ ഞാൻ എന്തായാലും കുളിച്ച് ഒന്ന് സെറ്റായിട്ട് വന്നിട്ട് കാണാം. നമ്മളിന്ന് ടോട്ടലായിട്ടൊരു 3 ഡാൻസാണ് കളിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഡാൻസ്, അതിൽ ദേവിയുടെ ഒരു സോങ് വെച്ചിട്ടാണ് കളിക്കുന്നത്. പിന്നെ ഞാനും ദേവിക എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കളിക്കുന്നത്. പിന്നെ ദേവനന്ദ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കൊച്ചിൻ്റെ സിംഗിൾ ഭരതനാട്യമാണ് ഉള്ളത്. സോ ഇവിടെ ഇരുന്ന് ക്ലമൻറ്റ് നമ്മുടെ ഗ്രൂപ്പ് ഡാൻസിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസൊക്കെ സെറ്റ് ചെയ്യാണ്. ആക്ച്വലി ഇത് കുറച്ച് ദിവസം മുന്നേ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ കണ്ടിന്യൂസ് ഡ്യൂട്ടി കാരണം കൊണ്ട് തലേദിവസമാണ് നമ്മൾ എല്ലാം മേടിച്ചത്. പിന്നെ അന്നത്തെ ദിവസം രാവിലെയാണ് ഇരുന്നെല്ലാം സെറ്റ് ചെയ്ത് എടുക്കുന്നത്. ഷൂലായിരുന്നു നമുക്ക് വേണ്ടത്. അത് എങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ കണ്ടില്ലായിരുന്നു ഫുള്ളായിട്ട് ചെയ്യുന്നത്. കാരണം ഞാൻ ക്ലാസ്സിൻ്റെ തിരക്കിലായിരുന്നു. അന്നത്തെ ദിവസം നമുക്ക് ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സിന് തിരക്കിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. സോ ആ സമയം കൊണ്ട് ക്ലമൻറ്റും അതുപോലെ ആ ഗ്രൂപ്പ് ഡാൻസിലുള്ള 4 പേരും കൂടെ ചേർന്നിരുന്നിട്ടാണ് ചെയ്തത്. എല്ലാവരും ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, സെലോ ടാപ്പ് എടുത്ത് കൊടുക്കാനും ഒക്കെ ആയിട്ട്. ഇന്ന് നമുക്ക് 5 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണേ. സോ നമുക്ക് എങ്ങനെ പോലെ ഒരു 2 മണിയാകുമ്പോഴെങ്കിലും മേക്കപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയെങ്കിൽ മാത്രമാണ് 5 മണിയാകുമ്പോഴത്തേനും നമുക്ക് പോകാൻ പറ്റുള്ളൂ. സോ ഈ കസേരയിൽ ഇരിക്കുന്ന ആളാണ് കേട്ടോ സുജയ. അവളാണ് ഇതിൽ ദേവിയായിട്ട് ആക്ട് ചെയ്യാൻ പോണത്. അപ്പോഴേക്കും ദേവനന്ദ വന്നു. സോ നമുക്ക് പ്രാക്ടീസും തുടങ്ങണം. പിന്നെ ഇവരുടെയൊക്കെ എന്താണ് ഇവരുടെയൊക്കെ ഒരു ഒപ്പീനിയൻ ഫസ്റ്റായിട്ട് സ്റ്റേജിൽ കയറണേന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. സോ ഇവരതെ നമ്മൾ 5 പേരാണ് കേട്ടോ ഒന്ന് പെർഫോം ചെയ്യാൻ. ദേവ് നീക്കടാ, 5 പേരാട്ടോ പെർഫോം ചെയ്യുന്നത്. ഇവർ 4 പേരും ഒരു ടീമും ദേവുവിൻ്റെ വക സിംഗിളായിട്ടുള്ള ഭരതനാട്യമാണ് ഉള്ളത്. സോ എന്താണ് പ്രോഗ്രാം, എന്താണ് നമുക്ക് പ്രോഗ്രാം, എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. കളിക്കുവോ? നന്നായിട്ട് കളിക്കുവോ? ഓക്കെയാണ്. ടെൻഷൻ ഉണ്ടോ? ടെൻഷനില്ല, അടിപൊളിയായിട്ട് കളിക്കും. ഓക്കെ. ഇതാ സുജിയാണ് നമുക്കിതിൽ ദേവിയുടെ ക്യാരക്ടർ ചെയ്യണത്. എന്താ പറയാനുള്ളത്? അതെ ബാക്കില്. ഓക്കെ. പിന്നെ ജിഷേച്ചിക്ക് എന്താ പറയാനുള്ളേ? ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരുപാട് കാലത്തിന് ശേഷം കേറുന്നല്ലേ സ്റ്റേജില്. ഭയങ്കര ടെൻഷൻ ഉണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ലോഡ് ഓഫ് താങ്ക്സ് ടു. ഇല്ല പറഞ്ഞോളൂ. ടെൻഷന്റെ ആവശ്യമില്ല. ഇല്ലില്ല, അങ്ങനല്ല. നിങ്ങൾ എൻജോയ് ചെയ്ത് കളിക്കണം. അർപ്പിത എന്താ പറയണത്? ഇതിൽ ഏറ്റവും ഈ ടീമിൽ ഏറ്റവും ചെറുതാണ്. ഇത് ഇവരുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറുതാണ് അർപ്പിത. ഹാപ്പിനെസ് മാത്രമേ. കുറെ ദിവസത്തിന് ശേഷമല്ലേ സ്റ്റേജിൽ കയറുന്നേ? 2 വർഷത്തിന് ശേഷമാണ്. അതിന്റെ ഒരു സന്തോഷമുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. സോ പിന്നെ ഇവർ നമ്മള് ഓൾറെഡി ക്ലാസ്സിലുള്ളവരുണ്ട്. നിങ്ങൾക്ക് എന്താ പറയാനുള്ള ടീമിനോട്? ഓൾ ദി ബെസ്റ്റ് പറ. പറഞ്ഞാണ്. ഓക്കെ. ഓൾ ദി ബെസ്റ്റ് പറയാടാ. ഓൾ ദി ബെസ്റ്റ് പറ. ഓക്കെ എടാ. ഓക്കെ. അപ്പം നമ്മൾ ഇനി ലാസ്റ്റ് ടൈം പ്രാക്ടീസും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക്
മേക്കപ്പിലോട്ട് കിടക്കാം. ആ സമയത്ത് നമ്മൾ വരാം. താഴെ ഇനിയിപ്പോൾ അവരൊരു റൗണ്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ, ഒന്ന് സെറ്റ് ആവട്ടെ. നമുക്ക് അപ്പോഴത്തേനും മേലെ പോയിട്ട് നമ്മുടെ റൂമിൽ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്നും എടുത്തു വെച്ചിട്ടില്ല, കണ്ടിന്യൂസ് ഡ്യൂട്ടി കാരണം കൊണ്ട്. സോ ഒന്നാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്യാൻ പോണത്. സോ ഓർണമെൻറ്റ്സ് നമ്മളെ കബോർഡിൽ നിന്ന് എടുക്കണം. സോ നമ്മളത് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാന്ന് വെച്ചിട്ടാണ്. എവിടെയാണ് വെച്ചിരിക്കണമെന്നൊരു ഐഡിയ ഇല്ല, ലൈക്ക് എന്താ എവിടെ ഉള്ളതെന്ന് അറിയത്തില്ല. നമ്മളൊരു സെക്ഷൻ ആക്കിയിട്ട് ഞാൻ എൻ്റെ ഭരതനാട്യത്തിൻ്റെയും അതുപോലെ നമ്മുടെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമും ഓർണമെൻറ്റ്സൊക്കെ ഒരു സ്ഥലത്താണ് വെച്ചേക്കണം. അപ്പോൾ അത് എടുത്ത് എല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് സെറ്റാക്കണം. ഇനി നാട്ടിലായിരുന്ന സമയത്ത് നമുക്ക് എല്ലാ പ്രാവശ്യവും ഓരോരോ തവണ സ്റ്റേജിൽ കയറുമ്പോഴും ഓരോരോ ഓർണമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ ഇടുക. കാരണം റെൻറ്റിനല്ലേ എടുക്കാറ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതൊക്കെ എൻ്റെ പണ്ടത്തെ ഓർണമെൻറ്റ്സ് ആണ്, എൻ്റെ കയ്യിലുണ്ടായിരുന്ന പണ്ടത്തെയാണ്. കുറേയൊക്കെ ഞാൻ ഈ അടുത്തായിട്ട് പുതിയതായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് നോക്കി മേടിച്ചെടുത്തതാണ്. നാട്ടിലെനിക്ക് എല്ലാം ഉണ്ടായിരുന്നു, എല്ലാ ഓർണമെൻറ്റ്സും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നശിച്ചു പോയിട്ടുണ്ടാകും. കാരണം നമ്മൾ വീടൊക്കെ മാറിയപ്പോഴും അങ്ങനെയൊക്കെ ആയ സമയത്ത് മൊത്തം അങ്ങനെ പ്രോപ്പറായിട്ടൊന്നും എടുത്തു വെക്കാൻ പറ്റില്ല. ഇതിനൊരു പ്രത്യേകത, ഒരു പ്രശ്നമുണ്ട്. ഒരു നന്നായിട്ട് എടുത്തു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിന് കല്ല് പോവുക, അല്ലെങ്കിൽ അത് ഫെയ്ഡ് ആവുക, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. കാരണം കൂടുതലും ഇത് മെറ്റലല്ലേ, അതുകൊണ്ട്. പിന്നെ ഇത് 2-3 ടൈപ്പ് ഓഫ് മാല ഉണ്ട്. ഏത് മാല വേണമെന്ന് നോക്കിയിട്ട് നമുക്ക് ഇടാം. ഇതിനകത്ത് കുറേ ഉണ്ടെങ്കിൽ നമുക്ക് ഇടാൻ പറ്റും. അതായത് ഇല്ലടാ, അതാണ് ഇല്ല അല്ലേ, കാരണം ഗോൾഡൻ വരുമ്പോൾ കുറച്ച് നല്ല രസമായിരിക്കുമല്ലോ. ഇതെന്താ അറിയോ, കഴിഞ്ഞ ദിവസം ഞാൻ സാരിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചതാണ്. ചേച്ചി മണ്ടാലാട്ടിയോ ഒക്കെ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ഞാനേ ഗം ചെയ്തത്, അവിടെ നമ്മൾ ഗം ചെയ്ത് അപ്പൊ അനങ്ങില്ലല്ലോ, അപ്പൊ അതങ്ങനെ. ഇതെല്ലാം പണ്ട് തൊട്ടേയുള്ളതാ, ഇതൊന്നല്ല, ഇതിലും കൂടുതലുണ്ട് എൻ്റെ അടുത്ത്. കലാമണ്ഡലത്തിലുള്ളപ്പോ ഇട്ടിട്ടുള്ളതാ. പക്ഷെ ഇതൊക്കെ ഇങ്ങോട്ട് ചിലത് മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. ഇഷ്ടംപോലെ ഉണ്ട്. ഇനി പല ടൈപ്പ് ഓഫ് ഉണ്ട്. കറുപ്പ് കളർ മാത്രമുള്ളത്, റെഡ് കളർ മാത്രമുള്ളത്. ഇതിനിപ്പോ അത്യാവശ്യം നല്ല വെയിറ്റ് ആയിണ്ടാവൂലേ. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം കൊണ്ടുവന്നിട്ടില്ല. ഇതൊക്കെ ഓരോരോ തവണയായിട്ട് കൊണ്ടുവന്നതാ നാട്ടിനെ. ചന്ദ്രനും സൂര്യനും ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടു നടക്കണോ. ഒരു പരിപാടി കഴിയുമ്പോ എന്റെ അമ്മയാണ് മെയിൻലി ഇതൊക്കെ സൂക്ഷിച്ച്. ഇത് ഒറ്റ ചുട്ടി എന്ന് പറയുന്നത്. ഒറ്റ ചുട്ടി, നെറ്റ് ചുട്ടി തന്നെ. ഇത് മാട്ടിയും ചൂട്ടി വരെയാണ്. ഇത് ഒറ്റ ചുട്ടി. ചേച്ചിക്കപ്പോ സ്വന്തമായിട്ടില്ല? ഇതൊക്കെ എന്റെ സ്വന്തം. അല്ല, അരങ്ങേറ്റത്തിനായിട്ട് തരത്തില്ല, അതല്ലാണ്ട് വേറെ. അരങ്ങേറ്റത്തിന് ഞാൻ വാടകയ്ക്ക് എടുത്തിട്ടായിരുന്നു. ശരി, അന്ന് നമ്മൾ സ്വന്തം ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്നൊന്നും എനിക്ക് അച്ഛനായിരിക്കും. ചെന്നോടാ, ഇത് നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്ക് ഇതിന്റെ ഒന്ന് വെച്ച് കാണിക്ക് നോക്കട്ടെ. കളയില്ല, കാരണം എന്റെ ഈ കവറിലാണ് എനിക്ക് ഇത് എന്ത് രസാ ഇത് കാണാൻ. ഭയങ്കര പുത്തി. ഇതെന്റെ കളക്ഷനാണ്. എനിക്ക് നാഗവല്ലിനൊന്നും ഓർമ്മ വരുന്നുണ്ട്. എനിക്ക് മറ്റേ ഡയലോഗ് പറയേ നാഗവല്ലിയുടെ കലാച്ചന്റെ കുറെ ഐറ്റംസ് ഉണ്ടല്ലോ. ഞാനപ്പോ തെക്കിനിയിലെ ആരോഗ്യം കണ്ടു. ഇത് ആക്ച്വലി നമ്മള് ഭരതനാട്യത്തിനൊക്കെ കൂടുതൽ മോഹിനിയാട്ടത്തിനാണ് ഈ ഒടിയാനം യൂസ് ചെയ്യാം. ഇഷ്ടായി അതൊക്കെ ഫുള്ളി വെച്ച് പിന്നെ തലയിലിടാൻ. പിന്നെ ഇത് മറ്റേ ഇവിടെ ഇതിവിടെ അങ്ങനെ വെക്കണം. ഇവരെല്ലാവരും തന്നെ ഇവിടെ ബിഗിനേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് കേട്ടോ. അതായത് ഇപ്പോൾ ഒന്നും അവരുടെ അരങ്ങേറ്റൊന്നും ഇപ്പോൾ ഒന്നും ആവത്തില്ല, കാരണം ഒരുപാട് നമുക്ക് ഇനിയും ബേസിക്സ് പഠിക്കാനുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനൊരു സ്റ്റേജ് കിട്ടിയപ്പോൾ അത് മിസ് ചെയ്യണ്ട, ഇവർക്കതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ഈ പ്രോഗ്രാം എടുക്കാം, ഇത് ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് വന്നേ. സോ അതുകൊണ്ടാണ് നമ്മൾ എല്ലാം പ്രിപ്പയർ ചെയ്യണത്. ഇതിലിപ്പോൾ ഇവർക്ക് ഡാൻസിന് സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട് ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷെ ഇവർ നന്നായിട്ട് ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നവരാണ്. ആകെ 2-3 പേര് മാത്രമാണ് കുഞ്ഞി പിള്ളേരുള്ളത്. ബാക്കി എല്ലാവരും ഇവിടെ ജോലിക്കായിട്ട് വന്ന്
ജോലി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറുപ്പത്തിൽ പഠിക്കണം എന്ന് ആഗ്രഹിച്ച് പഠിക്കാൻ പറ്റാണ്ട് ജോലി ചെയ്ത് ഇപ്പോൾ സ്വന്തമായി സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെയൊക്കെ ഡ്രീംസ് പിന്നെയും അവരുടെ ഉള്ളിലേക്ക് വന്ന് അങ്ങനെ പഠിക്കാൻ വന്നവരാണ്. സോ അതിൻ്റെതായ ഒരു ഡെഡിക്കേഷൻ അവർക്ക് എപ്പോഴും ഡാൻസിൽ അവർ ഇടാറുണ്ട്. അത് ഞാൻ കാണാറുണ്ട്, എനിക്കത് വിസിബിളാണ് ഭയങ്കരമായിട്ട്. എന്നെ ഭയങ്കര പ്രൗഡുമാണ് ഞാൻ, കാരണം അത്രയും ആഗ്രഹിച്ച് വരുന്നവരെ പഠിപ്പിക്കാൻ പറ്റുക അല്ലെങ്കിൽ എൻ്റെ ഒരു ഇത്തിരി നോളജ് ഷെയർ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അതിൽ ഞാൻ ഭയങ്കര ബ്ലസ്ഡാണ്. സംടൈംസ് എനിക്ക് തോന്നാറുണ്ട്, ഇങ്ങോട്ട് കയറി വരുന്ന ആ സമയത്തൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഡാൻസ് അങ്ങനെ ഡാൻസിനെ കുറിച്ച് ഞാൻ പിന്നെ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കാലത്ത് ഞാൻ ഈ ഡാൻസ് ഉള്ളത് കൊണ്ടായിരുന്നു നമ്മുടെ വരുമാനം ഡാൻസിൽ നിന്നായിരുന്നു. മേക്കപ്പ് ആണെങ്കിലും പഠിപ്പിക്കാൻ പോണതാണെങ്കിലും ഇപ്പോൾ തിരിച്ച് നമുക്ക് വരുമാനം എന്നതിനപ്പുറം അഫ്കോഴ്സ് നമ്മളത് പൈസ വാങ്ങിയിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. കാരണം പൈസ വാങ്ങാണ്ട് എന്ത് നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ടാവത്തില്ല. പക്ഷേ പാഷനുമാണ്, പ്രൊഫഷനുമാണ്, എല്ലാമാണ്. പിന്നെ നമ്മൾ മെല്ലെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേനും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിന്നെ എല്ലാം ചടപടയെന്നായിരുന്നു, നമ്മളെ കൂടുതൽ വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല. ആൻഡ് ലാസ്റ്റ് ടച്ചായിട്ടുള്ള അൾത്തിടലാണ് ഇപ്പോൾ നടക്കണേ. ഈ അൾത്ത എന്ന് പറയുന്നത് നമുക്ക് ഡാൻസേഴ്സിനൊരു പ്രൗഡായിട്ടുള്ളൊരു സംഭവമാണ്. ലൈക്ക് കയ്യിൽ പിറ്റേ ദിവസം കയ്യിൽ ആ ഒരു റെഡ് കളർ കാണുമ്പോൾ നമുക്ക് എന്തോരം ഹാപ്പിനെസ് ആണ്. പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ കളർ ഇങ്ങനെ കൂടുതൽ സോപ്പൊന്നും ഇട്ട് കഴുകി കളയാണ്ട് പോകുമായിരുന്നു. അങ്ങനെ ആ കാലങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരും. എല്ലാവരുടെയും മേക്കപ്പ് എങ്ങനെയുണ്ട്, നല്ല അടിപൊളിയല്ലേ? കമൻസിൽ എന്തായാലും പറയണോട്ടെ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇതൊക്കെ ഇവരുടെ ഫസ്റ്റ് സ്റ്റേജാണ്, അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. പിന്നെ ഞാനും ഒരു കുറച്ച് ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ദേവുവിൻ്റെ ഡ്രസ്സും ഓർണമെൻറ്റ്സൊക്കെ ഇട്ടപ്പോൾ തന്നെ ദേവുവിന് ഭയങ്കര ചേഞ്ചായി. ദേവുവിന് പിന്നെ നമ്മൾ അൾത്ത ഇട്ടില്ല കേട്ടോ. ഓൾറെഡി ദേവുവിൻ്റെ അമ്മ കയ്യിൽ മെഹന്തി വെച്ചിട്ട് നമ്മുടെ പണ്ടത്തെ മോഡലിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ഉള്ളതുകൊണ്ട് ദേവുവിന് മാത്രം ചെയ്തില്ല. ഇനി ഇവിടുന്ന് നമുക്ക് സ്റ്റേജിലേക്ക് ഏകദേശം ഒരു 10 മിനിറ്റാണ് ഉള്ളത്. സോ നമ്മൾ കുറച്ച് പേര് ഒരു കാറിലും നമ്മൾ ഒരു ബോൾട്ട്, നമ്മുടെ നാട്ടിൽ ഊബർ പോലെ തന്നെ ഇവിടെ ബോൾട്ടാണ് ബുക്ക് ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അൾത്തയും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതൊക്കെ അവരാദ്യമായിട്ടാണ് ഇടുന്നത്, അതിൻ്റെതായ സന്തോഷം അവരുടെ മുഖത്തുണ്ട്. ഇതിൽ കണ്ടോ, ഞാനും അവിടെ ഇരിക്കുന്ന ദേവികം ഞങ്ങൾ ഒരുമിച്ചാണ് ഡാൻസ് കളിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കളറ് വേറെയാണ് ഷോളിൻ്റെ, ബാക്കിയുള്ളവരുടെ. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇവിടെ ഇങ്ങനത്തെ കിട്ടത്തുള്ളൂ ഡ്രസ്സ്, അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് കൊണ്ടുവരണമായിരുന്നു. നമ്മൾ തൊട്ടും അങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളൊരു മുന്നേ ഒരു തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. അടുത്ത പ്രാവശ്യം പക്ഷേ നമ്മൾ ഡ്രസ്സൊക്കെ നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് നല്ല അടിപൊളി കോസ്റ്റ്യൂമിൽ എന്തായാലും ചെയ്യും. ഒരുവിധം മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടുന്ന് ഇറങ്ങണേയാണ്. എന്താവുന്നു എങ്ങനെ ആവുന്നു ഒന്നും ഒരു പിടുത്തമില്ല. ടെൻഷനുണ്ട്. അതിൻ്റെ കൂടെ സമയമായി, നല്ല മേക്കപ്പ് ഇപ്പോഴാണ് ഒരുവിധം ഒന്ന് കഴിഞ്ഞത്. എന്നാലും നോക്കാം. നമ്മളധികം വിഷ്വൽസ് ഒന്നും അങ്ങനെ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. എല്ലാം നെക്സ്റ്റ് ഡാൻസ് ആയിരുന്നു. ഒന്ന് ഞങ്ങളുടെ 2 പേരുടെ, അതായത് നമ്മുടെ ഗ്രൂപ്പിൻ്റെ കൊച്ചിൻ്റെ ആദ്യം കഴിഞ്ഞു. അതുകൊണ്ട് അധികം വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല. ചെറിയ ബൈറ്റ്സ് ഞാൻ ഇവിടെ ഇടാം കേട്ടോ. പിന്നെ കോപ്പിറൈറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് പാട്ടിടാൻ പറ്റത്തില്ല. എന്നാലും ചെറിയൊരു പ്രോഗ്രാമിൻ്റെ ഒരു സൗണ്ട് മ്യൂട്ടാക്കിയിട്ട് ഞാൻ ചെറിയൊരു വിഷ്വൽസ് ഇവിടെ ഇടാം. അമ്മേ, അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞത് ഇപ്പോൾ വീട്ടിലെത്തിയുള്ളൂ. എല്ലാം അടിപൊളിയായിട്ടാണ് കേട്ടോ നമ്മുടെ പിള്ളേരൊക്കെ ചെയ്തത്. എല്ലാം അടിപൊളിയായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. എന്താ പറയുക, എല്ലാവരും ഭയങ്കര ഇട്ട എഫേർട്ട്, നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്ത ടൈം, ഇതെല്ലാം നമ്മൾ അവിടെ അത് വിസിബിളായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രീതിക്കായിരുന്നു എല്ലാ പ്രോഗ്രാമും ഉണ്ടായിരുന്നത്. പിന്നെ ഈ പ്രോഗ്രാമിന് നമ്മുടെ ഈ അമ്മമ്മയുടെ ഈ ആനിവേഴ്സറിക്ക് യൂറോപ്യൻ ട്രിപ്പ് ഒരാൾക്ക് ഫ്രീ എന്ന് നമ്മൾ വീഡിയോ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ വക. അത് കിട്ടിയത് ഇങ്ങേർക്കാണ്. സോ 19, 20 യൂറോപ്പിലെ ഏതോ 2 കൺട്രികൾ ആണ് വിസിറ്റ് ചെയ്യുന്നത്. അത് ഫുൾ ഫ്രീ ആയിരിക്കും. സോ ഞാനും കൂടെ പോവും. ഞാനെന്തായാലും ഇപ്പോൾ ടിക്കറ്റ് എടുക്കണം, എനിക്ക് ടിക്കറ്റ് എടുക്കണം. അവന് ടിക്കറ്റ് എടുക്കണ്ട, അവന് ഫുൾ ഫ്രീ. എന്തൊരു ഭാഗ്യമുള്ള മനുഷ്യനെ എൻ്റെ കൂടെ വന്നറിയില്ല. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത എല്ലാവരുടെ പേരും ലക്കി ഡ്രോയിൽ ഇട്ടിരുന്നു. അതിൽ നിന്ന് കിട്ടിയതാണ് ഇവന്. ഞെട്ടിപ്പോയി സ്റ്റേജിൽ നിന്ന് അനൗൺസ് ചെയ്തപ്പോൾ ഇവനോ എന്നുള്ളത്. സോ എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണ്. നമ്മുടെ പിള്ളേർ ആദ്യമായിട്ട്
മാൾട്ടയിൽ എൻ്റെ ഡാൻസ് സ്കൂളിൻ്റെ ഇതിൽ നമ്മുടെ പിള്ളേർ ഒരു ഫ്രം ദ സ്ക്രാച്ച് പിള്ളേരാണ്. അതായത് ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാണ്ട് ഫ്രം ദ വെരി സ്ക്രാച്ച് നമ്മൾ റെഡിയാക്കി പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ചെയ്ത് ഉള്ള നമ്മുടെ പിള്ളേർ കളിച്ചു. അതിൽ ഭയങ്കര ഹാപ്പിയാണ്. ദേവു അവരും നന്നായിട്ട് കളിച്ചു. എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് കേട്ടത്. സോ ഹോപ്പ് ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബി ഹാപ്പി വിത്ത് കുഞ്ഞാപ്പി. ടാറ്റാ.